ഇവിടെ പ്രേക്ഷകരെ ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത 2 പേർ മരിച്ചു. 2 രോഗികൾ മരിച്ചു. കായംകുളം സ്വദേശിയായ മജീദും ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ ഇവരാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം 29-ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കെ 4 പേർക്ക് വിറയലും ഛർദിലും ഉണ്ടാവുകയായിരുന്നു. ഇവരെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി വീണ ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. അതിനുശേഷം അമലിനോട് നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാം. ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അവിടേക്ക്. ഒരു ദിവസം അവിടെ 26 പേര് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം, പല ഷിഫ്റ്റുകളിലായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇന്നലെ DHS അറിയിച്ചപ്പോൾ പല ഡിസിപ്ലിൻസിലുള്ള പല എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊന്ന് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും അത് പറയുന്നതായിരിക്കും. അമലെ, അപ്പോൾ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ 2 പേരുടെയും കുടുംബാംഗങ്ങൾ വലിയ ചികിത്സാ പിഴവ് ആരോപിക്കുന്നുണ്ട്, ആരോഗ്യ വകുപ്പിനെതിരെ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്, അവരുടെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മറ്റു കാര്യങ്ങൾ പറയാമെന്നാണ്. നിലവിലെ സാഹചര്യം എന്താണ്, എന്ത് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം? നിലവിൽ ഈ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്നെ നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകരുമെല്ലാം സംസാരിച്ചിരുന്നു. അപ്പോൾ ഹരിപ്പാടിലെയും ഈ ഡയാലിസിസ് സെന്ററിന്റെ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞത് പ്രാഥമികമായ പരിശോധനകൾ നടത്തി. ആ പ്രാഥമികമായ പരിശോധനയിൽ ഈ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഉപകരണങ്ങളിലോ യാതൊരു തരത്തിലുള്ള അണുബാധയും ഉള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായി സൂപ്രണ്ട് നമ്മളെ അറിയിച്ചിരുന്നു. അതിനുശേഷവും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ആരോപണങ്ങളാണ് ഈ സെന്ററിനെതിരെ ഉണ്ടാകുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തി. അതിലും സാധാരണക്കാരായ 2 മനുഷ്യരുടെ ജീവനാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മളുടെ പൊതുജനാരോഗ്യ വിഭാഗത്തിൽ വിശ്വാസം അർപ്പിച്ച് ചികിത്സ നടത്തിയിരുന്ന 2 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഓട്ടോ റിക്ഷ ഡ്രൈവറായിട്ടുള്ള കായംകുളം സ്വദേശി അബ്ദുൾ മജീദിനും ഹരിപ്പാട് പട്ടണത്തിൽ ഈ പച്ചക്കറി വ്യവസായമൊക്കെ നടത്തി വരുന്നിരുന്ന രാമചന്ദ്രൻ എന്നയാളുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. 3 പേരുടെ നില ഗുരുതരമായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് 29-ാം തീയതി രാവിലെ 7 മണിയോടുകൂടി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന 4 പേർക്കാണ് ശവത്തിലും വിറയിലും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഇതിനെ തുടർന്ന് 3 പേരുടെ നില ഗുരുതരമായിരുന്നു. അതിൽ ചിലരെ മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ചിലരെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിൽ രക്തത്തിൽ അണുബാധ കണ്ടെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കൂടുതലായിട്ടുള്ള ചികിത്സകൾക്ക് വേണ്ടി ഇവരെ ആരോഗ്യ പ്രവർത്തകർ സമീപിക്കുന്നത്. പക്ഷേ കുടുംബം അപ്പോഴത്തേക്കും ഈ ഡയാലിസിസിൽ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ രാമചന്ദ്രന്റെ മരണമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ അബ്ദുൾ മജീദും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അബ്ദുൾ മജീദിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം നടന്നിട്ടുണ്ട്. അപ്പോഴും കുടുംബം വലിയ രീതിയിലുള്ള ഒരു ആഘാതത്തിലാണ്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിന്റെ താങ്ങായി നിന്ന് 2 പേരാണ് മരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തന്നെ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ നെഗ്ലിജൻസിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യം. ഏതായാലും 2 ഡെപ്യൂട്ടി DMOമാർ അടക്കമുള്ള 4-അംഗ സംഘത്തെ, വിദഗ്ധരായിട്ടുള്ള വൈദ്യശാസ്ത്ര പരിജ്ഞാനമുള്ള വിദഗ്ധ സംഘത്തെ ഏതായാലും ആരോഗ്യവകുപ്പ് ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള അന്വേഷണം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിൽ തർക്കവുമില്ല. അതോടൊപ്പം ശരി, ഇപ്പൊ നമുക്ക് നോക്കാം ഈ വരും മണിക്കൂറുകളിൽ എങ്ങനെയൊക്കെയാണ് ഈ വിഷയം വരിക എന്ന്. ഇപ്പോൾ അമല പറഞ്ഞ പോലെ ഒരു കാര്യം ഉറപ്പാണ്, ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെയില്ല. പിന്നെ ഈ വിദഗ്ധ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പ്. അവരുടെ കണ്ടെത്തലുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അമലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.